ഹലോ, അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഞാൻ വെച്ചേക്കണ ഒരു 3-4 ടൈപ്പ് നേന്ത്രവാഴകളുടെ സെക്ഷൻ കാണിക്കുക. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അതായത് ലാഭം കൂടുതൽ ചിലവ് കുറവ് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാട് പേർക്ക് ഗുണം ചെയ്യും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളുടെ ഈ തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേട്ടുപ്പാളയത്തിൻ്റെ തോട്ടമാണ്. മേട്ടുപ്പാളയം ഇതിപ്പോൾ 8-ാം മാസം 9-ാം മാസത്തിലേക്ക് കടക്കുന്നു. ആ കടക്കുന്ന സമയത്ത് ആദ്യത്തെ വെട്ട് ഞാൻ ഇന്ന് വെട്ടി തുടങ്ങിയായിരുന്നു. ഇന്ന് ഒരു 50 കൊലയോളം ഞാൻ വെട്ടി. 800 വാഴയുടെ തോട്ടമാണ്. അങ്ങനെ മേട്ടുപ്പാളയം വാഴയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് മൊത്തം ഞാൻ പറഞ്ഞുതരാം. മേട്ടുപ്പാളയം വാഴയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 8 മാസം കൊണ്ട് കൊല വെട്ടാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ കൊലയൊക്കെ ശ്രദ്ധിച്ചാൽ ഇതിനകത്തൊക്കെ 6 പടല, ഓരോ പടലയിലും 9 കായ വെച്ച്, അതാണ് കണക്ക്. നമ്മൾ വാഴക്കണ്ണ് വെച്ചിട്ടുണ്ടെങ്കിൽ 9-ാം മാസം അല്ലെങ്കിൽ 8-ാം മാസം നമുക്ക് വെട്ടിത്തുടങ്ങാം. 9-ാം മാസം ഫുള്ളും വെട്ടി കഴിയും. അതാണ് ശരിക്കും പറഞ്ഞാൽ നല്ല മണ്ണിൽ, അതായത് പുതുമണ്ണിലാണെങ്കിൽ 9-ാം മാസം നമ്മുടെ വെട്ടി കഴിഞ്ഞിരിക്കും. അതിൻ്റെ കണക്കനുസരിച്ച് എങ്ങനെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വാഴക്കണ്ണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ആദ്യത്തെ വളം കൊടുക്കുക. 18 മണ്ടന് ഞാൻ കൊടുത്തത് ഒരു 100 ഗ്രാമിന് താഴെ. അത് കഴിഞ്ഞിട്ട് 2-ാം വളം കൊടുക്കുന്നത് ജൈവവളം, നല്ല തടിവളം കൊടുത്തു. അത് ചാണകമാണ് ഇട്ട്, പച്ച ചാണകം. അത് എന്തിനാന്ന് വെച്ചാൽ നല്ല വേനൽക്കാണ് വെട്ട് വരിക, അതായത് ഇത് മൂക്കുക, ആ പിണ്ടിക്ക് വാട്ടം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ പിണ്ടിയൊക്കെ കണ്ടായിരുന്നോ, ആ പിണ്ടിക്ക് ഒരു വാട്ടമില്ല. മൂപ്പായ വാഴയ്ക്ക് പോലും, കൊലകൾക്ക് പോലും പിണ്ടിക്ക് വാട്ടം ഒന്നും വന്നിട്ടില്ല. അതിന് കാരണം ഇതാണ്, പച്ചച്ചാണകമാണ് ഞാൻ ഈ വാഴയ്ക്ക് ഇട്ടേക്കണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തത് 3-ാം വളം ഇട്ടത് 3-ാമത്തെ മാസം 3-ാം വളം ഇട്ടത് നമ്മുടെ ഫാറ്റുംബോസ്, പൊട്ടാഷ്, യൂറിയ, ഇത് 3ഉം കൂടി ഇട്ട് ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ കുമ്മായം ഇതിൻ്റെ മുകളിലിട്ട് കൊടുത്തു. മൂടിക്കഴിഞ്ഞതിന് ശേഷം കുമ്മായം മുകളിലിട്ട് ഒരു 15-20 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ അടുത്ത വളം കൊടുത്തു, 4-ാം വളം കൊടുത്തത് ഈ പറഞ്ഞ യൂറിയ, പൊട്ടാഷ്, ഇത് രണ്ടും ചേർത്ത് നമ്മുടെ രാജപ്പോസ് കൂട്ടി ഇട്ടു. 3ഉം കൂടി ഒരുമിച്ചിട്ടു. 4 വളം കഴിഞ്ഞു. 5-ാം വളം ഞാൻ ഒരു 10-26 ലൈറ്റായിട്ടൊന്ന് തൂവി കൊടുത്തു. 10-26 ലൈറ്റായിട്ടിട്ടുള്ളൂ, 100 ഗ്രാം താഴെ കൂടുതൽ കനത്തിൽ വീഴാൻ പാടില്ല. അതിട്ട് എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ 5-ാം വളം കഴിഞ്ഞു. ഒരു കുറച്ച് ദിവസം, 2 ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ കൊല കണ്ടു തുടങ്ങി. കൊല കണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല, ഇച്ചിരി കുമ്മായം കൂടി ഇട്ട് കൊടുത്തു. 10-15 ദിവസം കഴിഞ്ഞപ്പോൾ ഇച്ചിരി കുമ്മായം ഇട്ട് കൊടുത്തു. പിന്നെ ലാസ്റ്റ് വളത്തിന് പൊട്ടാഷ് മാത്രം മുകളിൽ വെറുതെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇത് ചിരണ്ടി വീണ്ടും കൂട്ടിയില്ല. അതെന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് തിണ്ട് ബാക്കിയുണ്ട്, ചിരണ്ടി കൂട്ടിയില്ല. അത് വേറെ ചിരണ്ടി കൂട്ടാൻ തോന്നിയില്ല, കാരണം കരിക്കായ ആയിരുന്നു. ആ കരിക്കായ ആയി കഴിയുമ്പോൾ വേറൊരു പണി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വീറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സൂത്രപ്പണി കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. എന്തുട്ടാണ് നമ്മൾ ഇതിന് നല്ല രീതിയിൽ തുടം കയറാനായിട്ട് എന്തുട്ടൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മേട്ടുപ്പാളയം വാഴയുടെ പരിപാടി, വളങ്ങൾ, അതിൻ്റെ ടൈം. 5-ാം വളം കഴിഞ്ഞ് കഴിയുമ്പോൾ കൊലയാവും. 8-ാം മാസം നമുക്ക് കൊല വെട്ടിത്തുടങ്ങാം. 9 മാസം ആകുമ്പോഴേക്കും ഈ പറമ്പ് കാലിയാവും. അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നമുക്ക് അടുത്ത വാഴയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ 2-ാമത്തെ ഇനം. ഇത് എൻ്റെ ഫേവറേറ്റ് ഇനമാണ്. ഞാൻ എല്ലാ തവണയും ഇപ്പോൾ കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇനമാണ് നമ്മുടെ തേനിമുണ്ടൻ. ഇതാണ് നമ്മുടെ തേനിമുണ്ടൻ. ഇതെൻ്റെ ഫേവറേറ്റ് ഇനമാണ്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് എൻ്റെ ഫേവറേറ്റ് ആയത് എന്ന്. തേനിമുണ്ടൻ്റെ പ്രത്യേകത ഇതാണ്. നമ്മുടെ തേനിമുണ്ടൻ ഇപ്പോൾ കുലച്ച് ഒരു കറിക്കായ ആയിട്ടില്ല, ആ പരുവത്തിലെല്ലാം നിൽക്കുകയാണ്. ചിലതൊക്കെ ഓരോന്ന കൊല വരുന്നുണ്ട്. ഇതിനൊരു ഇച്ചിരി നിരപ്പ് കുറവായിരിക്കും, ഒറ്റ ലെവലിൽ കുലയ്ക്കണം എന്നൊന്നുമില്ല. തേനിമുണ്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 പടല 7 പടല വരെ ഉണ്ടാവും. ഒരു പടലയിൽ 12 കായ ഉണ്ടാവും. നമ്മളിതിൻ്റെ വളത്തിൻ്റെ കാര്യങ്ങൾ പറയാം. വളത്തിൻ്റെ കാര്യം ഫസ്റ്റ് നമ്മൾ 18 പാണ്ടാണ് ഇട്ട് കൊടുത്തത്. ഭൂരിഭാഗം വാഴകൾക്കും ഞാൻ 18 പാണ്ടാണ് ഫസ്റ്റ് വളമായിട്ട് ചെയ്യാറ്. 2-ാമത്തെ വളം
ഇത് ഒരു 10 മാസം നിൽക്കണതല്ലേ, അപ്പോൾ അതുകൊണ്ട് ആട്ടുംകാട്ടം ഇട്ടു. ആട്ടുംകാട്ടം വെറുതെ ഇട്ടിട്ട് കാര്യമില്ല, അതിൻ്റെ ഒപ്പം രാസവളം എന്തെങ്കിലും ചെയ്യണം. ലൈറ്റായിട്ട് പൊട്ടാഷ് യൂറിയയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഇട്ട് കൊടുത്തത് കോഴിവളം 2 പ്രാവശ്യം 2 വളത്തിന് അടുപ്പിച്ച് കോഴിവളം ചെയ്തു. ഈ കോഴിവളത്തിൻ്റെ ഗ്യാപ്പിൽ ഞാൻ നമ്മുടെ ഈ കുമ്മായം ഇട്ട് കൊടുത്തായിരുന്നു. അതായത് ഒരു 15-20 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ കുമ്മായം ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ എന്താ പറ്റണേ, പഴുപ്പ് കയറാൻ സാധ്യതയുണ്ട്. ആസിഡ് പവർ വരുന്നത് കൊണ്ട് പഴുപ്പ് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ കുമ്മായം ഇടയ്ക്കിടയ്ക്ക് ഒരു 2 വളം കഴിയുമ്പോഴെങ്കിലും നമ്മൾ കുമ്മായം ഇട്ട് കൊടുക്കണം. പിന്നെ 4ാം വളത്തിനാണ് പിന്നെ രാസവളം ഇടുകയുള്ളൂ. 2ഉം 3ഉം രണ്ടാമത്തെ വളം 3ാമത്തെ വളം ആട്ടുംകാട്ടവും കോഴിക്കാട്ടവും ഇട്ടു. അത് കഴിഞ്ഞിട്ട് നേരെ രാസവളം 1 പ്രാവശ്യം കൂടി ഇട്ടു. അതായത് ഫാറ്റംബോസ്, പൊട്ടാഷ്, യൂറിയ. അതിൻ്റെ ഒപ്പം രാജപ്പൂസ് കൂട്ടിയാണ് ഇട്ടായിരുന്നത്. ഇതിനകത്ത് 4 വളം കൂടി കൂട്ടി മിക്സ് ചെയ്ത് ഇട്ടു. അത് കഴിഞ്ഞ് 5ാം വളത്തിന് വീണ്ടും കോഴിവളം ഇട്ടു. അതെന്താണെന്ന് വെച്ചാൽ, കോഴിവളം ഞാൻ എപ്പോഴും ഇച്ചിരി കയറ്റിയിടുന്നത് വാഴയ്ക്ക് നല്ല കനം വയ്ക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഈ വാഴ നല്ല തടി വെച്ചാലാണ് നല്ല തൂക്കം കയറുള്ളൂ. ഇത് കണ്ട, നമുക്ക് വാഴ സൈസായി കിട്ടിയാലാണ് വാഴയ്ക്ക് തൂക്കവും. ഇപ്പോൾ കൊലയിലൊരു ഇച്ചിരി മോശമായാലും തൂക്കം കയറണമെങ്കിൽ വാഴയ്ക്ക് കനം വയ്ക്കണം. അതിന് വേണ്ടിയിട്ടാണ് കോഴിവളം ഞാൻ 2-3 പ്രാവശ്യമൊക്കെ ഇടണേ. അപ്പോൾ ഇതിൽ 2 പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. കോഴിവളം 5ാം വളത്തിന് വീണ്ടും കോഴിവളം ഇട്ട് കഴിഞ്ഞിട്ട് 6ാം വളം 5ാം വളം കഴിഞ്ഞൊരു പകുതി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇത് കൊല കണ്ടു തുടങ്ങി. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ നമ്മുടെ രാസവളം 19-19 10-26 19 അല്ല കേട്ടോ, 10-26 ലാസ്റ്റ് വളമായിട്ട് ഞാൻ 6ാം വളത്തിന് ഇട്ടത്. 6ാം വളത്തിന് 10-26 വെറുതെ മുകളിൽ ലൈറ്റായിട്ട് ഒരു 100-150 ഗ്രാം വീതം ഇട്ട് മൂടിയായിരുന്നു. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം ഞാൻ ഇപ്പോൾ കുമ്മായം ഇട്ടു. എല്ലാം കഴിഞ്ഞ് കുമ്മായം ഇട്ട് അപ്പോഴേക്കും ഈ പരുവായിട്ടുണ്ട്. കുടപ്പനുന്തി. ഇതിന് ആകെ ഒരു മൈനസ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നിരപ്പൊന്നും ആയിരിക്കില്ല. എങ്ങനെ നോക്കിയാലും ശരി, കുറേ കുലയ്ക്കണതുണ്ടാവും, കുറേ കരിക്കായ ഇതുണ്ടാവും, അങ്ങനെയാണ് ഒരു നിരപ്പുണ്ടാവില്ല. പിന്നെ വേറൊരു മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പിണ്ടിക്ക് കനം കൂടുതലായതുകൊണ്ട് നമ്മുടെ തെങ്ങിൻ്റെ കൊമ്പൻ ജില്ലയൊക്കെ ഇല്ലേ, ആ ഐറ്റം സാധനങ്ങൾ ഇതിനെ പിണ്ടി തുളയ്ക്കും. ഇടയ്ക്കിടയ്ക്ക് പിണ്ടിക്കൊക്കെ ഓട്ട കാണാം ചില ഇതിൻ്റെയൊക്കെ. ഇത് ഇപ്പോൾ 1000 വാഴയുടെ തോട്ടമാണ്. ഇപ്പോൾ നമ്മൾ വേറൊരു സെക്ഷൻ കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്ത് കാണിക്കാനുള്ള. ഈ തേനി തന്നെ ഞാൻ വേറൊരു സെക്ഷൻ വെച്ചിട്ടുണ്ട്. അത് ഇത്തരം വലിപ്പമായിട്ടില്ല, ഇത് കൊലയൊന്നും ആവാറായിട്ടില്ല. ഇതിപ്പോൾ കൊലയായത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതാണ് കൂടുതൽ വെക്കുന്നത്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയതിൻ്റെ കാര്യം മനസ്സിലായില്ലേ. അതായത് കിൻഡൽ വാഴയുടെ സെയിം തൂക്കം നമുക്ക് കിട്ടും. ഒരു 30 കിലോ വരെ, എനിക്ക് 34 കിലോ വരെ കിട്ടിയിട്ടുണ്ട് വലിയ വാഴയ്ക്കൊക്കെ. എങ്ങനെ വന്നാലും ആ റേഞ്ചിൽ നമുക്ക് കായക്കൊല വെട്ടാം 30 കിലോ വരെ ഒക്കെ. എങ്ങനെ ഏറ്റവും കുറഞ്ഞത് നമുക്കൊരു 25 കിലോ 24 കിലോ ആ റേഞ്ചിൽ നമുക്ക് എല്ലാ കൊലയും കിട്ടും. പിന്നെ ആ കായയുടെ പ്രത്യേകത ശ്രദ്ധിച്ചായിരുന്നോ? മേട്ടുപ്പാളയം കായയുടെ പോലെയൊന്നല്ല, നല്ല നീളമായിരിക്കും കായ്ക്ക്. അത് ഒരു പടലയിൽ 12 കായ വെച്ച് ഈസി ആയിട്ട് ഉണ്ടാവും. എല്ലാത്തിലും 12 കായ ഉണ്ടാവും. ലാസ്റ്റ് അടിയിലെ പടല വരെ 12 കായ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ 2ാമത്തെ സെക്ഷൻ. ഇനി നമുക്ക് 3ാമത്തേലേക്ക് പോവാം. അപ്പോൾ നമ്മളുടെ 3ാമത്തെ സെക്ഷനാണ് ഈ കാണിക്കുന്നത്. നമ്മളുടെ തനി നാടൻ വാഴ എന്നൊക്കെ പറയുന്ന ഐറ്റമാണ്. തനി നാടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ തൃശ്ശൂർ അപ്പുറം പുത്തൂർ ആ ഭാഗത്തുനിന്ന് കൊണ്ടുവന്ന കണ്ണുണ്ട. അതായത് നമ്മുടെ നാടൻ കണ്ണ് തന്നെ എടുത്ത് വെച്ചേക്കണതാണ്. അതാണ് നമ്മുടെ 3ാമത്തെ സെക്ഷൻ. അത് എന്താ വെക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുത്തൂർ ഭാഗത്തുനിന്ന് ഞാൻ ഒരു 5-6 കൊല്ലം മുമ്പ് നല്ല കുറേ കണ്ണ് കൊണ്ടുവന്ന് വെച്ചായിരുന്നു. ഭയങ്കര കൊലയായിരുന്നു. എന്താ പറയുക, കിൻഡൽ വാഴയുടെ അപ്പുറത്തെ കൊലയായിരുന്നു. അതായത് ചുറ്റുപടലായിട്ട്
ഒരു പടല എന്ന് പറഞ്ഞാൽ ആ തണ്ടിൻ്റെ ചുറ്റും ഭയങ്കര വലിപ്പമുള്ള പടലകൾ 6-7 പടലയൊക്കെ ഉണ്ടാവും. ഭയങ്കര കൊലയായിരുന്നു, ഭയങ്കര കായ്ക്കൊക്കെ ഭയങ്കര നീളും. ആ ഇനമൊന്ന് വിചാരിച്ച് കൊണ്ടുവന്ന് വെച്ചതാണ്. സംഭവം ഒരു ചെറിയ ഫാൾട്ട് പറ്റിയിട്ടുണ്ട്, ഇനം മാറിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അത് എന്താണെന്ന് വെച്ചാൽ കാളത്തണ്ടിന് ഇച്ചിരി കനം കുറവും ചുറ്റുപടലയല്ല, 12 കായേ ഉള്ളൂ ഒരു പടലയിൽ. അതായത് സാധാ നമ്മുടെ എന്താ പറയുക, ആറ്റുനേന്ത്രനേക്കാളും ആറ്റുനേന്ത്രൻ്റെ അത്രയൊന്നുമില്ല. അങ്ങനത്തെ പടലയിൽ എണ്ണം 12 കായുണ്ട്. ആ ഒരൊറ്റൊരു ഗുണം മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. നമ്മുടെ നാടൻ വാഴയുടെ ഒരു വലിപ്പവും കാര്യങ്ങളുമാണ് ഈ കാണിക്കുന്നത്. അതായത് ഓവർ ഹൈറ്റൊന്നുമില്ല. ഇതിപ്പോൾ എല്ലാം ഒരു ടൈപ്പിൽ തന്നെ ഇതിപ്പോൾ കൊല ആയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് കുടപ്പൻ ഉന്താറായി. ഞാൻ ഈ തോട്ടത്തിൽ നിന്ന് കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കുറേ അത് കലക്കി ഒഴിക്കുന്ന വീഡിയോസും മരുന്ന് ഒഴിക്കുന്നതും അങ്ങനെ കുറേ സംഭവങ്ങൾ ഞാൻ ഈ പറമ്പിൽ ഇന്ന് ആദ്യത്തെ വീഡിയോസിലുണ്ട്. ഇതിൻ്റെ ഞാൻ പറഞ്ഞ നാടൻ വാഴയുടെയൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. അത് ഒരുപാട് ഹൈറ്റൊന്നുമില്ല. ഞാൻ ഉദ്ദേശിച്ച വാഴയല്ലെങ്കിലും നോർമലി അത്യാവശ്യം കൊള്ളാവുന്ന കൊലകളാണ്. ആറ് പടല 7 പടലയൊക്കെ കഷ്ടിയുണ്ട്. ഒരു പടലയിൽ 12 കായ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വാഴ കണ്ടിട്ട് ഏത് ഇനമാണെന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ പറഞ്ഞോട്ടാ. വേറെ ഒന്നും കൊണ്ടല്ല, ഇത് എനിക്കും സംശയമുണ്ട് ഇത് ഏത് ഇനോ എന്നുള്ളത് ഒരു ഐഡിയ കിട്ടുള്ള. നല്ല കനമുണ്ട്, ഓവർ ഹൈറ്റൊന്നുമില്ല, ഹൈറ്റ് തീരെ കുറവാണ്. അതിപ്പോൾ ഒരു സാധാരണ മേട്ടുപ്പാളയത്തിൻ്റെ ഹൈറ്റ് കഷ്ടിയുള്ളൂ. ഇത് ഒരുപാട് വെച്ചിട്ടൊന്നുമില്ല. ഇത് 600 വാഴ ഇതും വെച്ചിട്ടുള്ളൂ. നല്ല വാഴയ്ക്കൊന്നും കുഴപ്പമില്ല. ഇതിന് ആകെ ഞാൻ ചെയ്തത് 6 വളം ചെയ്തു കേട്ടോ. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല, കാരണം ഇത് കഴിഞ്ഞ തവണയല്ല, ഒരു 3 കൊല്ലമായിട്ട് അടുപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന പറമ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറേ കൂമ്പടച്ച് പോക്ക്, അതിൻ്റെ മാങ്ങിന് കേട്, ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ വന്നായിരുന്നു. അതുകൊണ്ട് ഒരു 3-4 പ്രാവശ്യം ഞാൻ കുമ്മായി ഇട്ടു, പിന്നെ സാഫ് കലക്കി ഒഴിച്ചു. അങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്തിട്ടാണ് ഈ രീതിയിൽ നിൽക്കുന്നത്. അപ്പോൾ കണ്ണ് വെച്ച് കഴിയുമ്പോൾ തുടങ്ങിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കണ്ണ് വെച്ചു, അത് കഴിഞ്ഞിട്ട് കുമ്മായി ഇട്ട് ഒരു 20 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 20-25 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ വളം 18 വണ്ട് മേടിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് നേരെ 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആട്ടുംകാട്ടമാണ് ഇട്ടത്. ഇതിന് ആട്ടുംകാട്ടും ഇട്ട് ഒരു 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആട്ടുംകാട്ടം മാത്രം തനിച്ചിട്ടുള്ളൂ. ഇതിന് രാസവളം ഞാൻ വേറെ ചെയ്തില്ല ആ സമയത്ത്. അത് കഴിഞ്ഞ് നേരെ ആട്ടുംകാട്ടം കഴിഞ്ഞിട്ട് വീണ്ടും 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കോഴിവളവും കാറ്റംബോസ്, പൊട്ടാഷ്, യൂറിയ 3 കൂടി മിക്സ് ചെയ്തിട്ടു. മിക്സ് ചെയ്യില്ല, കോഴിവളം ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മീതെ വളം കൂടി ഇട്ട് കൊടുത്തു, രാസവളം. അത് കഴിഞ്ഞിട്ട് 3-ാം വളം കഴിഞ്ഞ് 4-ാം വളം ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പൊട്ടാഷ്, യൂറിയയും നമ്മുടെ രാജപ്പോസ് കൂട്ടിയിട്ടു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു കോഴിവളം കൂടി ഇട്ടു. കോഴിവളം ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതിപ്പോൾ കൊലയായി. 5-ാം വളം ആയി കഴിഞ്ഞപ്പോൾ 5-ാം വളം ആയി കഴിഞ്ഞപ്പോൾ കൊലയായി കണ്ടായിരുന്നു, കൊല കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ ഈ കുറച്ച് ദിവസം മുമ്പ്, ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഒരു വളം കൂടി ചെയ്തായിരുന്നു. അത് പൊടിവളം ആയിട്ടൊരു 18 വണ്ട് തന്നെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഞാൻ നൈസായിട്ട് മേടിച്ചിട്ടു. അങ്ങനെ 6 വളം ഞാൻ ഈ വാഴയിൽ ചെയ്തിട്ടുണ്ട്. ഇത് കൊല കണ്ടിട്ട് എനിക്ക് നമ്മളുടെ മുടക്കുമുതൽ കിട്ടാൻ സാധ്യതയുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നാടനായതുകൊണ്ടല്ല. അതിന് കാളത്തണ്ടിന് വലിപ്പം കാളത്തണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വളഞ്ഞിരിക്കുന്ന ഭാഗം കണ്ടോ, ഇപ്പോൾ കുലച്ചേക്കണതാണ്. അപ്പോൾ കാണിച്ചു തരാം, കുലച്ച് വന്നുള്ളൂ. അപ്പോൾ അതിന്മ കണ്ട അതിൻ്റെ തണ്ട് കണ്ട, തണ്ടിന് തീരെ കനം കുറവ്. കൊലയിൽ അത്യാവശ്യം കൊള്ളാവുന്ന കൊലയൊക്കെ തന്നെയാണ്, പക്ഷെ അതുകൊണ്ട് നമുക്ക് വാഴയുടെ അനുസരിച്ചുള്ള കൊലയില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു തൃപ്തിക്കുറവ്. നോക്കി ഇപ്പോൾ കുഞ്ഞു കൊലയാണ്.
ഈ വാഴ കണ്ടോ, എന്നാ സൈസ് വാഴയാണ്. പക്ഷെ എന്നിട്ട് കൊല നോക്കി, ഒരു ചിഞ്ഞു കൊല. നേരെ തിരിച്ച് ഇപ്പുറത്തെ വാഴ നോക്കി, അത്യാവശ്യം കൊലയിൽ കുഴപ്പമില്ലാത്ത പടലയൊക്കെ ഉണ്ട്. പടലയിലിട്ട് എണ്ണമുണ്ട്. ഇതാണ് അപ്പോൾ മൂന്നാമത്തെ സെക്ഷൻ. ഇതാണ് നമ്മുടെ നാലാമത്തെ സെക്ഷൻ. നാലാമത്തെ സെക്ഷൻ ഇതൊരു 1500 വാഴകളുണ്ട്. ഇത് ആറ്റുനേന്ത്രനാണ്. ആറ്റുനേന്ത്രൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ പെട്ടെന്ന് ചിലവർക്കൊന്നും മനസ്സിലായെന്ന് വരില്ല. കിൻഡൽ വാഴ, ശരിക്കും പറഞ്ഞാൽ കിൻഡൽ വാഴ ഒരു 12-13 മാസത്തോളം മൂപ്പുള്ള വാഴയാണ് ഇത്. പക്ഷേ ഏറ്റവും ഒടുവിൽ വെച്ചതാണ്. ഓണം കഴിഞ്ഞിട്ടേ പാകമാവുള്ളൂ. ഇപ്പോഴൊന്നും ആവില്ല. ഇതിപ്പോൾ 3 വളം കഴിഞ്ഞു. ഈ വാഴയുടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. 3 വളം ചെയ്തിട്ടുള്ളൂ. അതിൽ 2 പ്രാവശ്യം കോഴിക്കാട്ടം, ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ ആട്ടുംകാട്ടം ഇട്ടാണ് മൂടിയത്. ആട്ടുംകാട്ടത്തിൻ്റെ ഒപ്പം 18 ലൈറ്റായിട്ട് ചേർത്തായിരുന്നു, 100 ഗ്രാമിന് താഴെ. ആ സമയത്ത് തന്നെ കുമ്മായി, അത് കഴിഞ്ഞ് ഒരു 15 ദിവസം കഴിയുമ്പോൾ കുമ്മായി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 10-20 ദിവസം 25 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കോഴിവളം ഇട്ട് കൊടുത്തു. കോഴിവളത്തിൻ്റെ ഒപ്പം യൂറിയയും പൊട്ടാഷ്യം ലൈറ്റായിട്ട് തൂവി കൊടുത്തു. ആ ഗ്യാപ്പിലാണ് നമുക്ക് വളം വെക്കാനായിട്ട് വൈകി കുറച്ച് ദിവസം കിടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ വീണ്ടും കപ്പലണ്ടി പിണ്ണാക്കും പൊട്ടാഷ് ഇതൊക്കെ പാടി മിക്സ് ചെയ്ത് ഈ വാഴയിലാണ് ഒഴിച്ചിരുന്നത്. ആദ്യം വീഡിയോ ചെയ്തായിരുന്നു. അതിനനുസരിച്ചുള്ള കനം ഈ വാഴയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 4 മാസം ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ ഈ വാഴ. അത് കഴിഞ്ഞ് കോഴിവളം ഇട്ട് ഒരു 30 ദിവസം കഴിഞ്ഞ്, ഈ 20 ദിവസം കഴിഞ്ഞിട്ട് 30 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കപ്പലണ്ടി പിണ്ണാക്ക് കലക്കി ഒഴിച്ചതിന് ശേഷം വീണ്ടും കോഴിവളം തന്നെ ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു കുറച്ചധികം. അപ്പോൾ അതെല്ലാനും കൂടി വീണ്ടും കലക്കിയല്ല, വീണ്ടും നമ്മുടെ കോഴിവളം വീണ്ടും ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം വേറെ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. കോഴിവളം കുറച്ച് അധികം കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ നല്ല കട്ടിയിൽ തന്നെ ഇട്ട് കൊടുത്തു. അത്ര ഈ 3 വളമാണ് കാര്യമായിട്ട്. അതായത് ഇത് ആറ്റുനേന്ത്രനായതുകൊണ്ട് തടിവളം ആദ്യമേ നല്ല രീതിയിൽ ഇട്ട് കൊടുക്കണം, എന്നാലാണ് കനം വെക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ 4ാമത്തെ സെക്ഷൻ ഇതാണ്. നിങ്ങൾക്ക് ഈ വാഴകളിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് ഒന്ന് കമൻറ്റിൽ പറയണേ. ഇഷ്ടപ്പെട്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ ലാഭമായിട്ട് തോന്നുന്നത്. ഇതിനിപ്പോൾ ഇനിയൊരു 3-4 വളം കൂടി വരും. കാരണം ഇതൊന്നും ആയിട്ടില്ല. ഇവിടെ എങ്ങും നിൽക്കാനുള്ള ലക്ഷണവും കാണുന്നില്ല. ഇപ്പോൾ വള്ളി ഇട്ടെന്ന് മാത്രം മഴക്കാരൊക്കെ വെക്കുന്നത് കൊണ്ട്. ഈ 4 ഇനം വാഴകളിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് ആ വാഴ ഇതാണ് ലാഭം നമുക്ക് വെക്കാൻ എന്ന് ഒന്ന് കമൻറ്റിൽ ഒന്ന് പറയണോട്ടോ. കാരണം ഈ വീഡിയോ കാണുന്നവർ അതായത് നല്ല ഇനങ്ങൾ വെക്കട്ടെ, അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.